ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കുക. മോനെ, ഇതെന്താ? എന്താ ഇത്? അച്ഛാ, ഞങ്ങൾ ഇന്നു മുതൽ ഇവിടെ കിടക്കുന്നേ. മുത്തശ്ശിക്ക് ബിനുവേട്ടനായിരുന്നല്ലോ ഇത്രയും നാൾ കൂട്ട്. ഞാൻ കൂടെ ഉണ്ട് മുത്തശ്ശിക്ക് കൂട്ടായിട്ട്. കൊള്ളാം. എന്തൊക്കെ പ്രാന്താ മോനെ ഈ കാണിക്കുന്നത്? പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന ആദ്യത്തെ ദിവസമാണെന്ന് ഓർക്കണം. അത് വേണ്ട അച്ഛാ. പട്ടുമെത്ത വരിച്ച മണിയറയോ രാജകൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ വിനുവേട്ടന്റെ ഒപ്പം ഇറങ്ങി വന്നത്. ഏത് നരകത്തിലേക്കാണെങ്കിലും വിനുവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ, വിനുവേട്ടന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. അച്ഛൻ സമാധാനായിട്ട് പോയി കിടന്നോളൂ. മോളെ, വിനു എന്റെ മകനാ. ചന്ദ്രുവിന്റെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. എന്റെ മറ്റു മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും വിനുവിനും ഉണ്ട് ഇവിടെ. ഞാനും ചന്ദ്രുവും അപ്പുറത്ത് ഹാളിൽ കിടന്നോളാം. നിങ്ങൾ ആ മുറി കിടന്നോ. അച്ഛാ, അച്ഛന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അമ്മയ്ക്കും അച്ഛനും സുഖമില്ലാത്തല്ലേ. നിങ്ങൾ ഈ തണുപ്പത്ത് തറയിൽ കിടക്കാൻ പാടില്ല. അച്ഛൻ പോയി കിടന്നോളൂ. മോളെ, ഇത് കണ്ടോ? വിനു മീനാക്ഷി ഇവിടെയാ കിടക്കുന്നത്. എന്താ വിനോട്ട് ഇതൊക്കെ? എന്തൊക്കെയാ കാണിക്കുന്നേ? വിനോട്ടനും മീനാക്ഷിയും ഇവിടെയാണോ കിടക്കാൻ പോകുന്നത്? ഇങ്ങനൊരു ദിവസം ഇവിടെ നിലത്ത് കിടക്കത്തക്ക വിധത്തിൽ അനാഥനൊന്നല്ല ഞങ്ങളുടെ വിനുവേട്ടൻ. മീനാക്ഷി, പായൊക്കെ എടുത്ത് മാറ്റ്. ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഞാൻ. ആ അധികാരം വെച്ച് പറയുക, രണ്ടാളും മുറിയിൽ കിടന്നാ മതി. മീനാക്ഷിക്ക് സന്തോഷമായി. മരിച്ചാ പോലും എന്നെ ഓർത്തൊരുതുള്ളി കണ്ണീര് പൊഴിക്കാൻ ആരുമില്ലാത്തവളായിരുന്നു ഞാൻ.